തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ആ കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് 2022 അഹമ്മദാബാദ് കേരള സമാജം നറോഡ വാർഡിന്റെ ഓണാഘോഷത്തിലേക്ക് നിങ്ങളേവരെയും AKSന്റെ ഭാരവാഹികളുടെ പേരിലും എൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. ഓണം അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്. കഴിഞ്ഞുപോയ 2-3 വർഷങ്ങളായി കോവിഡ് മഹാമാരിയിൽ മുങ്ങിയിരുന്ന നമുക്ക് ഓണാഘോഷം ആഘോഷിക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അതിനെയെല്ലാം തരണം ചെയ്ത് ഇങ്ങനെ ഒത്തൊരുമയോടെ ഓണം ആഘോഷിക്കുന്നതിന് ഒരു അവസരം ഒരുക്കി തന്ന സർവേശ്വരനായ ജഗദീശനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും. ഭദ്രദീപം കൊളുത്തി ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി AKS പ്രസിഡന്റ് ശ്രീ C. ഗിരീശൻ, അയ്യപ്പ ടെമ്പിൾ പ്രീസ്റ്റ് ശ്രീ വിനയ കൃഷ്ണൻ നമ്പൂതിരി, സെന്റ് മേരീസ് ചർച്ച് റെവറൻഡ് ഫാദർ P.O. മത്തായി, ജോയിന്റ് സെക്രട്ടറി ശ്രീ രവീന്ദ്ര കുറുപ്പ് ആൻഡ് ജോയിന്റ് സ്പോർട്സ് സെക്രട്ടറി വിജിത് ആൻഡ് അജിത് കുമാർ KS, വാർഡ് പ്രസിഡന്റ് KR ചന്ദ്രകുമാർ, വാർഡ് സെക്രട്ടറി പ്രസാദ് പിള്ളൈ, ജോയിന്റ് സെക്രട്ടറി കൊച്ചുകോശി ആൻഡ് പ്രോഗ്രാം കൺവീനർ രാജേഷ് പിള്ളൈ എന്നിവരെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Namo
Se bien me caca. राहुल आ डिस्प्ले काढ ना शू काढू आधी आम्हाला रेकॉर्ड वगैरे म्हणतो खबरच नाही पण അതിനുള്ളിലാനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കൊടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരു മുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാധി തൃഷ്ണകളാകവേ നീങ്ങി ശമതയും ശാന്തിയും ക്ഷേമവും നീങ്ങി ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി ജനലോകമെപ്പോഴും ആനന്ദം തേടി വിജയിക്കാനെൻ തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ സുദിനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് നമ്മളെയെല്ലാം ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ ആഗ്രഹിക്കാത്തവരുണ്ടോ? വരുമോ? പ്രതീക്ഷിക്കല്ലേ, വരുമായിരിക്കും. ചെണ്ട കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ സമയമായി 2 മിനിറ്റ് നിർത്താൻ പറയും. നമുക്ക് മാവേലിയെ പ്രതീക്ഷിച്ച് ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കാം. ചെണ്ട കൊണ്ട് മുറുകുന്നുണ്ടെന്ന് തോന്നുന്നു. ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. മഹാബലി ആയിരിക്കുമോ? ഓണത്തിന്റെ തമ്പുരാൻ. മഹാബലി പാതാളത്തിൽ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് തടസ്സങ്ങളൊക്കെ കാണും. കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യും. മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കുമൊട്ടില്ല താനും ആദികൾ വ്യാധികളൊന്നുമില്ല പല മരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കും പൊട്ടില്ല താനും. ഒരു തമ്പുരാനാണ് മഹാബലി. ഈ അസുര ചക്രവർത്തിയുടെ
കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ മലയാളികൾക്ക് ആഘോഷത്തിന്റെ നാളുകളാണ്. മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലത്തെ സമ്പൽ സമൃദ്ധിയുടെ ഓർമ്മകളിലാണ് ഓണം ആഘോഷിക്കുന്നത്. മാവേലി, ഓണത്തപ്പൻ തുടങ്ങിയ പേരുകളിലും മഹാബലി അറിയപ്പെടുന്നു. മാവേലി നാടുവാണി ഇടംകാലം. ഈ വരികൾ വളരെ മനോഹരമായിരുന്നു. മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലഘട്ടം. അദ്ദേഹത്തെ പോലെ നീതിമാനായ മറ്റൊരു ഭരണാധികാരി കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ദാനശീലത്തിന് പേരുകേട്ട ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു മഹാബലിയുടെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ രാജ്യത്ത് എല്ലാ പ്രജകളും സന്തുഷ്ടരായിരുന്നു. ജാതിയുടെയോ സമ്പത്തിന്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ദരിദ്രരും സമ്പന്നരും ഒരുപോലെ പരിഗണിക്കപ്പെട്ടിരുന്നു. കുറ്റകൃത്യങ്ങളും അഴിമതിയും തീർത്തുമില്ലാതായിരുന്നു. ആ രാജ്യത്ത് കള്ളന്മാർ ഇല്ലാത്തതിനാൽ വീടുകൾ താഴിട്ട് പൂട്ടേണ്ട കാര്യമില്ലായിരുന്നു. ദാരിദ്ര്യവും ദുഃഖവും രോഗങ്ങളുമെല്ലാം ആ രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടിരുന്നു. സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന രാജ്യമായി മഹാബലിയുടെ നാട് മാറി നമ്മുടെ കൊച്ചു കേരളം. അസുര രാജാവായിരുന്നെങ്കിലും മഹാവിഷ്ണുവിന്റെ കടുത്ത ആരാധകനായിരുന്നു മഹാബലി. മഹാധൈര്യശാലിയും രാജാക്കന്മാർക്കിടയിലെ രാജാവുമായ അദ്ദേഹം മഹാബലി ചക്രവർത്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നീതിമാനായ മഹാബലിയുടെ കീർത്തി എല്ലാ നാടുകളിലേക്കും പടർന്നിരുന്നു. ഈ പ്രസിദ്ധിയിൽ ദേവന്മാർക്ക് അസൂയയും അസ്വസ്ഥതയും തോന്നി. തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്ന് ദേവന്മാർ ഭയപ്പെട്ടു. മഹാബലിയുടെ വളർച്ചയ്ക്ക് തടയിടാനുള്ള പദ്ധതികൾ ദേവന്മാർ ആസൂത്രണം ചെയ്തു. ദേവന്മാരുടെ മാതാവായ അതിഥി മഹാബലി ആരാധിച്ചിരുന്ന മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് മഹാബലിയുടെ വളർച്ച തടയാനുള്ള സഹായം തേടി. മഹാബലി മഹാമനസ്കനും ദാനശീലമുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിനോട് സഹായം തേടിച്ചെന്നവർക്കെല്ലാം അദ്ദേഹം ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. മഹാബലിയെ ഒന്ന് പരീക്ഷിക്കാനായി മഹാവിഷ്ണു വാമനൻ എന്നു പേരുള്ള ഒരു കുള്ളൻ ബ്രാഹ്മണനായി അവതാരമെടുത്തു. വാമന രൂപത്തിൽ മഹാവിഷ്ണു മഹാബലിയുടെ രാജ്യത്തേക്ക് ചെന്നു. ആ സമയത്ത് മഹാബലി പ്രഭാത സമയത്തെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തന്റെ മുൻപിലെത്തിയ ദരിദ്ര ബ്രാഹ്മണനായ വാമനനോട് ദാനമായി എന്താണ് വേണ്ടതെന്ന് മഹാബലി ചോദിച്ചു. തനിക്ക് കുറച്ച് ഭൂമി മാത്രം മതിയെന്ന് വാമനൻ പറഞ്ഞു. എത്രത്തോളം ഭൂമി വേണം അദ്ദേഹത്തിനെന്ന് മഹാബലി ചോദിച്ചു. തന്റെ 3 കാലടി കൊണ്ട് അളക്കാവുന്നത്ര ഭൂമി മാത്രം മതിയെന്ന് വാമനൻ പറഞ്ഞു. മഹാബലിക്ക് അല്പം ആശ്ചര്യം തോന്നിയെങ്കിലും വാമനന്റെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ വാമനൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയ അസുര ഗുരുവായ ശുക്രാചാര്യൻ വാമനനെ ഭൂമി ദാനം ചെയ്യുന്നതിൽ നിന്നും മഹാബലിയെ വിലക്കി. പക്ഷെ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് മഹാബലി ശുക്രാചാര്യനോട് പറഞ്ഞു. കുള്ളനായ ആ ബ്രാഹ്മണൻ മഹാവിഷ്ണു ആകുമെന്ന് മഹാബലി കരുതിയില്ല. അദ്ദേഹം ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ഭൂമി എടുത്തുകൊള്ളാൻ വാമനനോട് പറഞ്ഞു. മഹാബലി വാക്കു നൽകിയതോടെ വാമനന്റെ ശരീരം വലുതാകാൻ തുടങ്ങി. ആദ്യത്തെ കാലടിയിൽ വാമനൻ ഭൂമി മുഴുവൻ അളന്നു. രണ്ടാമത്തെ കാലടിയിൽ ആകാശവും അളന്നു തീർത്തു. മൂന്നാമത്തെ കാലടി വെക്കാനുള്ള സ്ഥലം എവിടെയെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. തനിക്ക് മുൻപിൽ നിൽക്കുന്നത് ഒരു സാധാരണ ബ്രാഹ്മണനല്ലെന്ന് അതിനോടകം തന്നെ മഹാബലിക്ക് മനസ്സിലായി. വാമനൻ അടുത്ത കാലടിയിൽ ഭൂമി മുഴുവൻ നശിക്കും എന്ന് തിരിച്ചറിഞ്ഞ മഹാബലി തൊഴുകൈകളോടെ വാമനന് മുൻപിൽ ശിരസ് കുനിച്ചു. തന്റെ വാക്ക് പാലിക്കാനായി വാമനന്റെ അടുത്ത കാലടി തന്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ മഹാബലി വാമനനോട് പറഞ്ഞു. വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ച. ആരാണെന്ന് മഹാബലി ചോദിച്ചു. ആ സമയം വാമനൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മഹാബലി ചോദിച്ചു.
മഹാവിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ മഹാബലിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാബലിയെ പരീക്ഷിക്കാനാണ് താൻ വന്നതെന്നും പരീക്ഷണത്തിൽ മഹാബലി വിജയിച്ചുവെന്നും മഹാവിഷ്ണു മഹാബലിയോട് പറഞ്ഞു. തന്റെ രാജ്യത്തെ പ്രജകളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു മഹാബലി. അവരെ ഉപേക്ഷിച്ച് പാതാളത്തേക്ക് പോകുന്നത് മഹാബലിക്ക് അത്രമേൽ വിഷകരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ പ്രജകളെ കാണാൻ അനുവദിക്കണമെന്ന് മഹാബലി മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. മഹാബലിയുടെ സ്വഭാവ മഹിമയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ആ ആവശ്യം അംഗീകരിച്ചു. തന്റെ രാജ്യത്ത് നിന്ന് പോയാലും മഹാബലിയെ എന്നും പ്രജകൾ സ്നേഹത്തോടെ ഓർക്കുമെന്നും മഹാവിഷ്ണു അനുഗ്രഹിച്ചു. തന്റെ പ്രജകളെ കാണാൻ മഹാബലി പാതാളത്തിൽ നിന്നും തിരിച്ചു വരുന്ന ദിവസമാണ് മലയാളികൾ ഓരോ വർഷവും ഓണം ആയി ആഘോഷിക്കുന്നത്. മഹാബലിയുടെ ത്യാഗത്തോടുള്ള ബഹുമാന സൂചകമായി കൊണ്ടാടുന്ന ഓണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. മലയാള മാസം ചിങ്ങത്തിലെ അത്തം ദിവസം മുതൽ മഹാബലിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അത്തം ദിനം മുതൽ വീടുകളുടെ മുൻപിൽ പൂക്കളം ഒരുക്കി. മഹാബലി പ്രജകളെ കാണാനെത്തുന്ന തിരുവോണ നാളിലാണ് ഏറ്റവും പ്രധാനമായ ആഘോഷം. കൊച്ചിയുടെ അടുത്തുള്ള തൃക്കാക്കര എന്ന സ്ഥലത്താണ് ഓണാഘോഷങ്ങളുടെ ആസ്ഥാനം. ഇവിടെ വെച്ചാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതെന്നാണ് ഐതിഹ്യം. മഹാബലിയുടെ രാജ്യത്തിന്റെ തലസ്ഥാനം തൃക്കാക്കരയാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. തൃക്കാക്കരയപ്പൻ അഥവാ വാമനമൂർത്തിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. കേരളത്തിൽ മറ്റൊരിടത്തും വാമനമൂർത്തിക്ക് ക്ഷേത്രങ്ങളില്ല. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ ഓണം വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ കൊണ്ടും സമൃദ്ധമാണ്. ഉത്രാടപ്പാച്ചിലൂടെ തുടങ്ങുന്ന തിരക്ക് 4 ദിവസത്തോളം അതേ ആവേശത്തോടെ നിലനിൽക്കും. മലയാളികൾ തിരുവോണ ദിവസത്തെ ആഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് ഉത്രാടം നാളിലാണ്. ഓണക്കളിയാണ് ഓണത്തിന്റെ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന മറ്റൊരു ആകർഷണം. കൈകൊട്ടിക്കളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല്, പുലിക്കളി, ആറന്മുള വള്ളംകളി എന്നിവ ഓണക്കളികളിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിൽ തൃശ്ശൂരിലെ പുലികളിയും ആറന്മുള വള്ളംകളിയും വലിയ ജനപങ്കാളിത്തത്തോടെ നടക്കുന്ന ഉത്സവങ്ങളാണ്. പൂവിളിയുമായി ഒരു ഓണക്കാലം കൂടി വന്നെത്തുകയാണ്. പൂക്കളവും ഓണക്കൊടിയും ഓണസദ്യയുമായി നമുക്ക് മഹാബലി തമ്പുരാനെ ഒരിക്കൽ കൂടി വരവേൽക്കാം.
newsletter. I would like to invite Samajam President Shri C. Girishan and AK's Naroda Ward President Shri Chandrakumar Pillai to the stage for releasing the Onam special edition of Dhwani magazine published by Kerala Samajam. He releasing complete account. Thank you, Girishan sir and Chandrakumar sir. അടുത്തതായി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസിലേക്ക് കടക്കാം. ആദ്യമായി വെൽക്കം ഡാൻസ് ആണ്. അതിലേക്കായി ശ്രുതി, ജോവിയ, ജിയ, ഷെറിൻ, ആരാധ്യ, അഭിരാമി, ഋതിക, അശ്വതി എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂഷികവാഗണ മോദക ഗ്രസ്ത ചാമര കർണ വിളംബി
team for the wonderful performance. സംഘനൃത്ത കലാരൂപമാണ് തിരുവാതിരക്കളി. ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി തിരുവാതിരക്കളി അണിയിച്ചൊരുക്കുന്നത് അഞ്ജലി രാജ്, നെയ്മ, അശ്വതി, നീതു, ആര്യ, ധനുഷ, പ്രസീത, സജിത, ജയ, വാസന്തി. Please come to the stage for the തിരുവാതിരക്കളി. എൻട്രൻസിനോട് ചേർന്ന് ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ ഒരു കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പല വാർഡുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അംഗങ്ങൾക്ക് അഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിനോ പിന്നെ ഇതുപോലെ നോർക്ക ഇൻഷുറൻസ് കാർഡിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്, പുതിയ മെമ്പർഷിപ്പ് അപേക്ഷിക്കുന്നതിന്, ക്രെഡിറ്റ് കാർഡ് സൊസൈറ്റി ചേരുന്നതിന് എന്നിങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ വിതരണവും ആ കൗണ്ടറിൽ കൂടി ഇന്ന് നടത്തുന്നതായിരിക്കും. അതുപോലെ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള അംഗങ്ങളുടെ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള അംഗങ്ങളുടെ ഡിവിഡൻഡ് 19, 20, 21, 22 വർഷങ്ങളിലെ ഡിവിഡൻഡ് ആ കൗണ്ടറുകളിലൂടെ ഇന്ന് വിതരണം ചെയ്യുന്നതായിരിക്കും. തിരുവാതിര ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മഹാബലി തമ്പുരാന് ഈ തിരുവാതിര കളി ഇഷ്ടപ്പെട്ടെന്നു വിചാരിക്കുന്നു. ചെറു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് കാണും. അടുത്തതായി ഒരു മലയാളം ഗ്രൂപ്പ് സോങ് ആണ്, ഒരു ഫ്യൂഷൻ ഓഫ് ഓണപ്പാട്ടാണ്. അതിനായി മലയാളം മിഷൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓണാഘോഷ പരിപാടികൾ ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത്. പ്ലീസ് ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല ദാനം.
Thank you, Malayalam Mission students and teachers. എല്ലാ മലയാളികൾക്കും സമ്പൽ സമർത്ഥമായ ഓണാശംസകൾ നേരുന്നു. બધે પાછળ આવો કારણ કે બંધ કરીને એટલું ડિસ્પ્લે મને ખબર છે એટલે સ્પીડ മഹാബലിക്ക് പല സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മൊത്തം ദിവസം നമ്മുടെ ഫുൾ ഡേ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങളുടെ എല്ലാ കലാപരിപാടികളും അങ്ങേക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. બંધ કરાવી પૈસા બતાવે બંધ કરો ને કામ છે ചെണ്ടമേളക്കാർ മഹാബലിയെ കൂടാതെ പാതാളത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പൊ നമ്മൾ അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവരുടെ പകുതി സ്ഥലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിപ്പം തിരിച്ചു വരും. അതുവരെ നമുക്ക് മഹാബലി തമ്പുരാനെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗെയിംസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കലാപരിപാടികൾക്ക് കൊച്ചു കൊച്ചു മിടുക്കന്മാരും കാണും. അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ നമ്മുടെ കുട്ടികളാണ്. അവർ നമ്മൾക്ക് വേണ്ടിയാണ് അവർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിസ്വാർത്ഥമായ കൈയടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചോളാം. ഒരു കൈ ഇങ്ങനെ എടുക്കണം, ഒരു കൈ ഇങ്ങനെ എടുക്കണം. ഇത് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഒരു കാണുന്നവർക്ക് ഒരു ഉത്സാഹം ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൈക്കും നല്ലൊരു എക്സസൈസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് എന്ന് പറയും. പ്ലീസ് നിങ്ങൾ എല്ലാവരും കൊച്ചു മിടുക്കന്മാരെയും കൊച്ചു മിടുക്കിമാരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സോ ചെണ്ടമേളക്കാർ തിരിച്ചു വന്നിരിക്കുകയാണ്. സമയമുണ്ട് നമുക്ക് ഓണസദ്യക്കായി. പ്ലീസ് എല്ലാവരും സഹകരിക്കണം. ആർക്കാണ് ഇതിന്റെ ഉത്തരം അറിയാവുന്നത്? റേസ് യുവർ ഹാൻഡ്. കൈ പൊക്കിയിട്ട് ആൻസർ പറയണം. പ്ലീസ് കം ഹിയർ ആൻഡ് ഗിവ് മീ ദ ആൻസർ. ഒരിക്കലും കളവ് പറയാത്ത വ്യക്തി. ഒരിക്കലും കളവ് പറയാത്ത വ്യക്തി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആൻസർ പറയാവുന്നതാണ്. എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആൻസർ ഇങ്ങോട്ട് വരുന്നില്ല. സത്യസന്ധൻ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങളിലൊക്കെ പറയും. ഒരിക്കലും യെസ്, ഒരു കൈ പൊങ്ങിയിട്ടുണ്ട്. സംസാരിക്കാൻ അറിയാത്ത ആരാണ്? അറിയാത്ത ആള്, സംസാരിക്കാത്ത ആള്. കറക്റ്റ് ആൻസർ ഊമയാണ്. ഒരിക്കലും കളവ് പറയാത്ത. പ്ലീസ് കം ടു ദ സ്റ്റേജ് പ്ലീസ്. അങ്കിളും പറഞ്ഞിട്ടുണ്ട്. മോള് വന്നോളൂ. ആക്ച്വലി മോൾ ആൻസർ കേട്ടിട്ടില്ലായിരുന്നു. അങ്കിൾ ഇവിടെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ആൻസർ പറഞ്ഞത്. അതുകൊണ്ട് മോൾക്ക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വഴക്കിടേണ്ട ജയശ്രീ ടീച്ചർ, വഴക്കിടേണ്ട. നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കുത്തുന്ന നിറം ഏതാണ്? കുത്തുന്ന നിറം
ജയശ്രീ ടീച്ചർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. കുത്തുന്ന നിറം സൈത ടീച്ചറിന് പറയാവുന്നതാണ്. കുത്തുന്ന നിറം. ഈ സൈഡിൽ നിന്ന് ആരുമില്ല. കുത്തുന്ന നിറം. ആ ജയ ടീച്ചർ ആൻസർ പറഞ്ഞിരിക്കുകയാണ് പച്ച. കറക്റ്റ് ആൻസർ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. മലയാളം മിഷന്റെ ടീച്ചറാണ്. ചെടിയിൽ വിരിയാത്ത ഒരു പൂവ്. ചെടിയിൽ വിരിയാത്ത ഒരു പൂവ്. ഒരു പൂവാണ്, പക്ഷെ ചെടിയിൽ വിരിയത്തില്ല. ഇത് കോമൺ ക്വസ്റ്റ്യൻസാ. ആ വീണപ്പൂവ്. അത് ചെടിയിൽ നിന്ന് വീഴുമ്പോഴാണ് വീണപ്പൂവാവുന്നത്. വിരിയ. ഇത് കുസൃതി ചോദ്യമാണ്. നിങ്ങളുടെ ബുദ്ധിയൊന്നും ഇവിടെ പ്രയോഗിക്കരുത്. ഇത് വെറും കുസൃതി ചോദ്യമാണ്. നിങ്ങൾ താഴ്ന്ന ലെവലിലോട്ട് വാ. താഴ്ന്ന ലെവലിലോട്ട് വാ. എന്നിട്ട് ആൻസർ പറയൂ. രണ്ട് കുട്ടികൾ വന്നിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ആണ് ഷാംപൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിലും കമ്പ്യൂട്ടറിലും കാണപ്പെടുന്നത് എന്ത്? ഇത് ഇച്ചിരി ഇന്റലിജന്റ് ആയിട്ട് ഇച്ചിരി തിങ്ക് ചെയ്യണം. മനുഷ്യരിലും കമ്പ്യൂട്ടറിലും കാണുന്നത് എന്ത്? മെമ്മറി. കറക്റ്റ്. സരിത ടീച്ചർ രാജേന്ദ്രൻ ഭായിയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. Please come to the stage for this small gift. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാസിലുള്ള ഒരു ജീവി ഏതാണ്? പുറകിൽ ആരും കൈ ഒഴുക്കുന്നില്ല. എന്ത് പറ്റി? കേൾക്കുന്നില്ല ഈ ക്വസ്റ്റ്യൻ. പുറകിലുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലീസ്. പ്ലീസ് പുറകിലുള്ളവർ ആൻസർ പറയേണ്ടതാണ്. അമോൻ വാ. ഒരു കൊച്ചു മിടുക്കൻ നമ്മുടെ ആൻസർ പറയാൻ വന്നിരിക്കുകയാണ്. നോ. ഗ്രാസിലുള്ള ജീവി ഏതാണ്? നോ, ഇറ്റ് ഈസ് ബെറ്റർ. നിങ്ങളൊരു കുസൃതി ചോദ്യമായിട്ട് ഈ ക്വസ്റ്റ്യനെ കാണാം. ഗ്രാസിൽ ഉള്ള കഴുത. പ്ലീസ് കം ടു ദ സ്റ്റേജ് ടീച്ചർ. ടീച്ചർമാരെല്ലാം അടിച്ചോണ്ട് പോകുന്ന തോന്നുന്നത്. എല്ലാം ആൻസർ പറഞ്ഞത് ടീച്ചർ പറയണ കൂടുതൽ ആളുകളിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത് മലയാളത്തിൽ പറയാം. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. നിങ്ങളിത് മലയാളത്തിലാക്കാൻ ട്രൈ ചെയ്ത് നോക്കിയേ. അഖിൽ, യു ക്യാൻ. Engine out completely. Vasanthi aunty, please come to the stage. Engine out completely. Pentulal શું કરી નાખ્યું છે તે મગજની માં છૂટી ગઈ. Engine Malayalam. Engine Malayalam. Engine മലയാളം എന്താ മോനെ? യന്ത്രം മൊത്തത്തിൽ പുറത്ത്. Very nice. യന്ത്രം മൊത്തത്തിൽ പുറത്ത്. ഒരു വാഹനം പൂർണ്ണമായും വെളിയിലായി. Very nice answer. This is near to the answer. So I'm giving this pen to you. Very nice. All of you clap. Exercise. Exercise. Thank you. Yes. ഒഴുകാൻ കഴിയുന്ന അക്കമേത്? ഒഴുകാൻ കഴിയുന്ന അക്കമേത്? കറക്റ്റ്. ആര്? ഒരു കറുത്ത ചുരിദാറിട്ട ചേച്ചി പറയുന്നുണ്ടായിരുന്നു ആൻസർ. ചിലർക്ക് ഇരുന്ന് വൈഫിന്റെ അടുത്ത് പറയുന്നുണ്ട് പറയൂ പറയൂ പറയൂന്ന്. നിങ്ങൾക്കും പറയാം ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുരാണത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. ആ പേരിൽ നിന്ന് ഒരക്ഷരം പോയാൽ അത് മരുന്ന് കിട്ടാത്ത ഒരു അസുഖമാണ്. ക്വസ്റ്റ്യൻ, ഐ എം റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ. പുരാണത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. ആ പേരിൽ നിന്ന് ഒരു അക്ഷരം പോയാൽ, ഒരു അക്ഷരം കട്ട് ചെയ്താൽ അത് മരുന്ന് കിട്ടാത്ത ഒരു അസുഖമാണ്.
ഇങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മലയാളികൾക്ക് ഈ ചൊല്ല് അറിയാവുന്നതാണ്. ആ അസൂയ. അത് പുരാണ കഥാപാത്രത്തിന്റെ പേരെന്താണ്? പുരാണം അസൂയ. അനസൂയ. യെസ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. വാസന്തി ആന്റിക്ക് പകുതി പേര് കൊടുക്കാവുന്നതാണ്. പകുതി ആൻസർ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കങ്കാരുവിന്റെ കുഞ്ഞിനെ കളഞ്ഞുപോയി. ഒരു കങ്കാരുവിന്റെ കുഞ്ഞിനെ കളഞ്ഞുപോയി. കങ്കാരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് കംപ്ലൈന്റ് പറയും? ഒരു കങ്കാരുവിന്റെ കുഞ്ഞിനെ കളഞ്ഞുപോയി. കങ്കാരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് കംപ്ലൈന്റ് ചെയ്യും? പോക്കറ്റ് അടിച്ചു. കറക്റ്റ്. പോക്കറ്റ് അടിച്ചു. വള്ളി ഇല്ലാത്തപ്പോൾ ഇതൊരു മരമാണ്, വള്ളി ഇടുമ്പോൾ ഇതൊരു അസുഖമാണ്. ഞാനൊരു ക്ലൂ തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും വരില്ല, എപ്പോഴും എന്നല്ല മിക്കവാറും വരും. ഒരു കോമൺ ആയിട്ടുള്ള ഇത് വരാത്തവരില്ല, ഈ അസുഖം വരാത്തവരില്ല. അത് വള്ളി മാറ്റിക്കഴിഞ്ഞാൽ അത് പന. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഈ ടീച്ചർമാർ ഒരുങ്ങി തന്നെ വന്നേക്കുവാ. എല്ലാവരും ടീച്ചർമാർക്ക് പെണ്ണ് കൊണ്ടുപോകുന്നു. പുറകിൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാവോ? പുറകില് കേൾക്കാവോ? പ്ലീസ് കൈ ഉയർത്തി പറയൂ. കേൾക്കാവോ? ഞാൻ സ്റ്റേജിലേക്ക് ഇറങ്ങണമെന്നാ തോന്നുന്നത്. ഞാൻ ആ സ്റ്റേജിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഇപ്പം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആൻസർ തരണം. പുറകിൽ ഇരിക്കുന്നവർക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാമോ പുറകിൽ ഇരിക്കുന്നവർക്ക്? യെസ്. ആരും അനങ്ങുന്നില്ല. എല്ലാവർക്കും ഊട് കഴിക്കാത്തതിന്റെ ഇതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉഷാറാവണം. ഓണസദ്യ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓണസദ്യ കഴിക്കാനായി പോകാൻ പറ്റും. പ്ലീസ്. ഒരു പൂ വിരിയാൻ എത്ര സമയം വേണം? ഒരു പൂ വിരിയാൻ എത്ര സമയം വേണം? പ്ലീസ് കം ഹിയർ. ഓൾറെഡി വിരിഞ്ഞതാ. ഇനി എന്തിനാ വിരിയുന്ന? മൊട്ടാണ് വിരിയുന്നത്. മോൾ ഇതിന്റെ സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് കം. എല്ലാ ആൻസറും പറഞ്ഞു പെണ്ണെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവാ. പ്ലീസ് കം. ആ മോള്. അടുത്ത ക്വസ്റ്റ്യൻ. പേരിന് മുമ്പിൽ സദ്യക്ക് പിന്നിൽ. പേരിന് മുമ്പിൽ സദ്യക്ക് പിന്നിൽ. പേരിൻ്റെ അകത്ത് മുമ്പിലായിരിക്കും, സദ്യയിൽ ആ വിഭവം പുറകിലായിരിക്കും.
എപ്പോഴും ആൻസർ പറയുന്നുണ്ട്. നോ. ഷീജ സൂരജ് ആൻസർ പറയാവുന്നതാണ്. ശ്രീമതി ഷീജ സൂരജ്. ഈ അമ്മയ്ക്ക് ആൻസർ പറയാൻ പറ്റും. ഇത് അതിന്റെ പേര് മുമ്പിലാണ്. അതിന്റെ പേരിന്റെ അർത്ഥം മുമ്പിൽ നിന്നാണ്. എന്നാൽ അത് സദ്യക്ക് പുറകിലാണ് വിളമ്പുന്നത്. ഈ ചേച്ചിക്ക് പറയണമെന്നുണ്ട്. സദ്യക്ക് വിളമ്പുന്നവരാണ് ഒരു എന്താ ഒരു മധുരമുള്ള സാധനമാണ് പ്രഥമന്റെ മീനിങ് ആണ് പ്രഥമൻ, ഒന്നാമത്. പ്രഥമൻ ഒരു പായസവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു ആയുധം. നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു ആയുധം. അച്ഛനമ്മമാർക്ക് ഉപദേശം തരുമ്പോൾ പറയും, ഇങ്ങനെ മനസ്സിലെങ്കിലും നിങ്ങൾ ചിന്തിക്കും. ആരും പറഞ്ഞു ആൻസർ കത്തി. യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് കത്തി. നിങ്ങളെല്ലാം ഇന്റലിജൻസ് ലെവൽ വലിയതാ, നിങ്ങൾ താഴെ ലെവലിലോട്ട് വരുന്നില്ല. അതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത്. ഈ മോളുടെ അമ്മയാണ് ആൻസർ പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി മോൾക്ക് കൊടുക്കുകയാണ്. എന്തിന് വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം. എന്തിന് വന്നു? ആന്റി പച്ച സാരി ആന്റിക്ക് ആൻസർ പറയണമെന്നുണ്ട്. ആന്റി പറയാ. വൈക്കം. ആൻസർ വൈക്കം. വൈക്കം നമ്മുടെ കേരളത്തിലൊരു സ്ഥലമാണ് വൈക്കം. വൈക്കം. എന്തിന് വന്നു? ഇവരൊക്കെ എന്റെ ലെവലിലോട്ട് വന്ന് ചിന്തിക്കുന്നുണ്ട്. കോടതിയിൽ പോകാതെ തന്നെ നമ്മൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലം. കോടതിയിൽ പോകാതെ തന്നെ നമ്മൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലം. അടുക്കളയല്ല മോനെ, അതൊരു കേസിൽ നമ്മൾ കയറി ഇറങ്ങുന്നില്ലല്ലോ. നമ്മൾ കോടതിയിൽ പോകുന്നില്ല, പക്ഷെ ആ കേസിൽ നമ്മൾ എന്നും കയറി ഇറങ്ങുന്നത് ആ കേസിന് വേണ്ടിയല്ല, കേസിനായി. Staircase. Yes, Akin. At last you told the answer. Very nice. കവർ എല്ലാം തുറന്നിരിക്കുകയാണ്. ഒന്ന് സമ്പാദിച്ചിട്ട് കൊണ്ടുപോകണേ. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നു. എല്ലാവരും സീരിയൽ മാത്രമേ കാണത്തുള്ളൂ. അതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മള് പല തരത്തിലുള്ള ഇങ്ങനെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് കോമഡി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറ്റാത്ത സാധനം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാനേ പറ്റത്തില്ല. ആരോ പുറകിൽ ആൻസർ പറഞ്ഞേ. യെസ്, പ്ലീസ് കം. ലഞ്ച് ആൻഡ് ഡിന്നർ. യെസ്, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് രണ്ടും കഴിക്കാൻ പറ്റത്തില്ല. വെരി നൈസ് ആൻസർ. ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുന്ന ഒരു അസുഖം. ഹെഡേക്ക്. യെസ്, ആരാ ആൻസർ പറഞ്ഞേ? യെസ്, വെരി നൈസ്. ആദ്യമായിട്ട് ഒരു പുരുഷ സ്വരം ഞാൻ കേൾക്കുകയാണ്. അഖിൽ കഴിഞ്ഞിട്ട് ആക്ച്വലി മോളെ വിട്ടിരിക്കുകയാണ് പ്രൈസിനായി. നിങ്ങൾ എല്ലാവർക്കും ഊണ് കഴിക്കാൻ പോകാവുന്നതാണ്. രണ്ടു കളികളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കഴിച്ചിട്ട് വരുന്നത് വരെ ഞാനിവിടെ കാണും. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. സൈലൻസ്. എല്ലാവരുടെ ആൻസർ പറഞ്ഞു. എന്നെ ഇത്രയും പെണ്ണില്ല തരാനായിട്ട്. ഓരോരുത്തരും കൈ പൊക്കിയിട്ട് പറയണം. എല്ലാവരും പറഞ്ഞു ക്വസ്റ്റ്യൻ ക്യാൻസൽ. ഓരോരുത്തർ കൈ പൊക്കണം, ആൻസർ പറയാൻ. ആദ്യമായിട്ട് അവരെ വിളിക്കുന്നതാണ്. വിശപ്പുള്ള രാജ്യം. ഹംഗറി. കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം. ട്രാഫിക് ജാം. യെസ്. ഒരു ടീച്ചറാണോ? അല്ലേ? അപ്പം ടീച്ചർമാരെല്ലാത്തവർക്കും മിച്ച ലെവലിൽ വരാം.
തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി തെയ്യാര തുഴ വീശി നെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തൂടി കൊട്ടി അമ്പേറിൻ താളം തുള്ളി గరిగమని ధమధని సగారి ధని సగరి సని సని ధమాప గరిగమని ధమధని సగారి ధని సగరి సని సని ధమాప തെച്ചിപ്പൂ തുമ്പപ്പൂ ചിരി തൂകുമ്പോൾ ചിങ്കാര ചിരി തൂകി വന്നു നീയും തെച്ചിപ്പൂ തുമ്പപ്പൂ ചിരി തൂകുമ്പോൾ ചിങ്കാര ചിരി തൂകി വന്നു നീയും തെയ്യോട്ട കോലങ്ങൾ തുള്ളും ഈ ഓണപ്പാട്ടിൻ്റെ ഈണം ഈ മിന്നാട്ടം മിന്നും കണ്ണിൽ പൊന്നാരം കണ്ടു പെണ്ണേ